നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തതും പിന്നീട് ജാമ്യം കിട്ടിയിട്ടും ജയിൽ വിടാതെ കോടതിയുടെ ശകാരം ഏറ്റുവാങ്ങിയ ബോച്ചെ നിരുപാധികം മാപ്പ് ചോദിച്ച് രക്ഷപ്പെട്ടതുമെല്ലാം കൗതുകമുണർത്തിയ വാർത്തകളായിരുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തടവുകാർക്ക് വേണ്ടി ഇടപെട്ടതെന്നും തന്റെ വാക്കുകൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പെന്നും ബോബി പറഞ്ഞു. പുറത്തിറങ്ങാൻ വൈകിയത് തടവുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടതുകൊണ്ടാണെന്ന വാദം ബോബി പിന്നീട് തിരുത്തി. ഉത്തരവ് ജയിലിലെത്താൻ വൈകിയെന്ന സാങ്കേതിക കാരണങ്ങളാണ് പിന്നിലെന്നുമാണ് നിലവിലെ വിശദീകരണം. എന്നാൽ കഴിഞ്ഞ ദിവസം വിഷയവുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 മലയാളം നടത്തിയ ഒരു ചർച്ചയാണ് ശ്രദ്ധ നേടുന്നത്. സോയ ജോസഫും ശ്രീജിത്ത് പണിക്കരും ഒപ്പം പബ്ലിക് പോളിസി അനലിസ്റ്റായ ഡോക്ടർ നിഷ നജുമുദ്ദീനും പങ്കെടുത്തിരുന്നു. ഹണി റോസിന് നേരിടേണ്ടി വന്ന കാര്യങ്ങളിൽ വളരെയധികം വിഷമമുണ്ടെങ്കിലും അവർ ചെയ്തത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് ഡോക്ടർ നിഷ അഭിപ്രായപ്പെട്ടത്. മാനനഷ്ടം ഉണ്ടായാൽ അവർക്ക് നിയമപരമായി മുന്നോട്ടു പോകാം. എന്നാൽ വിമർശനം ഉണ്ടാകുമ്പോൾ അതും കൂടെ അംഗീകരിക്കാൻ ഹണി റോസ് തയ്യാറാകണം. ബോബി ചെമ്മണ്ണൂർ ചെയ്തത് തെറ്റായ കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ആർട്ടിക്കിൾ 19 ഉണ്ട്. അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അത് തോന്നിവാസം കാണിക്കാനുള്ള അവകാശം എന്നല്ല. ഇടംപൊരുൾ ഏവലെന്ന പ്രമുഖ തമിഴ് കവി തിരുവള്ളുവറിന്റെ ഒരു വരികളുണ്ട്. സ്ഥലത്തിനനുസരിച്ച് പെരുമാറുകയും വസ്ത്രം ധരിക്കുകയും വേണമെന്ന് അത് അർത്ഥമാക്കുന്നു. ഹണി റോസിനെതിരെയുണ്ടായ ബോഡി ഷേമിങ്ങിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. അവർ വളരെയധികം സഹിച്ചു. എന്നാൽ ഇടംപൊരുൾ ഏവൽ എന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ കുംഭമേള നടക്കുകയാണല്ലോ. കുംഭമേളയിൽ സ്വാമിമാർ ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് എനിക്ക് സ്കൂളിലും കോളേജുകളിലും പോകാൻ കഴിയില്ല. ഒരു അധ്യാപികയാണ് ഞാൻ. ബിക്കിനിയോ ഷോർട്സോ ഇട്ട് ഞാൻ പഠിപ്പിക്കാൻ പോയാൽ അവിടെ വേറെയാണ് മര്യാദ. അടിസ്ഥാനപരമായ മര്യാദ പാലിക്കുക എന്നുള്ളതാണ് വളരെയധികം അത്യാവശ്യമായ കാര്യം. ഹണി റോസിനെതിരെ വിമർശനങ്ങൾ വരുന്നത് ആദ്യമായല്ല. വിമർശനങ്ങളും ഫീഡ്ബാക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ഒരു സെലിബ്രിറ്റിയാണെന്ന് പറയുന്നതിൽ എന്ത് കാര്യം? ഏത് ഭാഷയിലായാലും സെലിബ്രിറ്റികൾ ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള വസ്ത്രവും എല്ലാവരും ധരിക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ഇടവും സ്ഥലവുമുണ്ട്. അവർ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് കുറച്ച് മോശമായതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നമായി തോന്നുന്നതെന്നും നിഷ പറയുന്നു. ഇവിടെ ഹണി റോസ് തെറ്റുകാരിയാണെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് നേരിടേണ്ടി വന്ന വിഷയത്തിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. എന്നാൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയാണെന്ന് പറയാൻ കഴിയില്ല. ബോബി ചെമ്മണ്ണൂർ ചെയ്ത കാര്യവും വളരെ മോശമാണ്. അതിന് അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു. അദ്ദേഹം ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഇതിലൂടെ കൂടുതൽ പബ്ലിസിറ്റിയും കൂടുതൽ സിനിമകളും കിട്ടുന്ന തരത്തിലേക്ക് ഹണി റോസിന്റെ PR ടീം ഈ വിഷയത്തെ വളച്ചൊടിക്കുകയാണെന്നാണ് നിഷയുടെ പക്ഷം. ഒത്തിരി അന്യഭാഷാ ചിത്രങ്ങളിലടക്കം അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് അവർ. അങ്ങനെ ഇരിക്കെ പോലും ഈ ഒരു വിഷയത്തിലൂടെ അവരുടെ പോപ്പുലാരിറ്റി ഒന്നുകൂടെ വർദ്ധിച്ചു. 2 കൈകൂട്ടി മുട്ടിയപ്പോഴാണ് ശബ്ദമുണ്ടാവുന്നത്. ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അവർ ഏത് തരത്തിലുള്ള വസ്ത്രം വേണമെങ്കിലും ധരിക്കാം. പക്ഷെ അതിനെല്ലാം അതിൻ്റെതായ സ്ഥലമുണ്ട്. തന്റെ ഭാഗത്തു നിന്നും ചില കരുതലുകൾ ഉണ്ടാകേണ്ടതുണ്ടെന്ന് ഹണി റോസും മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇനിയെങ്കിലും അവർ അത് ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതിനും എനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നും നിഷ പറയുന്നു. യഥാർത്ഥത്തിൽ ഇവർ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടല്ലേ ചെയ്യുന്നത്? ഈ ലോകത്ത് വേറെ നടിമാരുണ്ടല്ലോ. ആരും ഉദ്ഘാടനത്തിന് പോകുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം ഇത്രമാത്രം വിഷയമുണ്ടായത്? അവർ എന്തു വേണമെങ്കിലും ധരിക്കട്ടെ. പക്ഷേ ഒരു സെലിബ്രിറ്റി പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വലിയ താരമായിട്ടും മഞ്ജു വാര്യർ മനോഹരമായി വസ്ത്രം ധരിച്ചു വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ, അവർ ഇരുവരെയും താരതമ്യം ചെയ്യരുതെന്നാണ് ചിലർ പറയുന്നതെന്നും നിഷ ചൂണ്ടിക്കാട്ടി. മഞ്ജു വാര്യരെയും ഹണി റോസിനെയും താരതമ്യം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ അവരും ഒരു സ്ത്രീയും നടിയുമാണ്. അവരെ കൂടാതെ വേറെയും നടിമാരുണ്ടല്ലോ. അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം ഹണി റോസിന് എങ്ങനെ വന്നു? തന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ആളുകൾ ചിത്രീകരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഓരോ പരിപാടിക്കും പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയുള്ള വിമർശനം ഉണ്ടാകുമെന്ന കാര്യം കൂടി അവർ മനസ്സിലാക്കണം. അതേസമയം ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ നിന്ന് ബോബി ഇറങ്ങാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് കോടതി ബോബി ചെമ്മണ്ണൂരിനോട് ചോദിച്ചു. പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞതെന്താണെന്ന് അറിഞ്ഞുവെന്നും ബോബി ഹൈക്കോടതിയോടും ജുഡീഷ്യറിയോടും കളിക്കുകയാണെന്നും കോടതി ശകാരിച്ചു. അതിനിടെ തൃശൂരിൽ നടത്താനിരുന്ന വാർത്താ സമ്മേളനം ബോബി ചെമ്മണ്ണൂർ മാറ്റിവെച്ചിരുന്നു. നമ്മൾ കാരണം ആർക്കും വേദനയുണ്ടാകാൻ പാടില്ല. തമാശ രൂപേണയാണ് സാധാരണ സംസാരിക്കാറ്. വളരെ സൂക്ഷിച്ചേ ഇനി സംസാരിക്കൂ എന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു.